പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ 24-ന്റെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലാൻ നിരവധി ആളുകളാണ് എത്തിയത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ചേട്ടാ, നമ്മൾ ഈ ലഹരിക്കെതിരെ ഇത്തരം പോരാട്ടങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യമല്ലേ സംസ്ഥാനത്തുള്ളത്? അതെ അതെ, വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പം ഉള്ള യുവതലമുറ അമിതമായിട്ട് ആവേശത്തിലാണോ ആഹ്ലാദത്തിലാണോ എന്തിൻ്റെ പുറകെ ആയാലും ലഹരിക്കെതിരെ ഇറങ്ങുന്നത് വളരെ തെറ്റായ പ്രവണതയാണ്. അത് മാറ്റണമെന്നാണ് വലിയൊരു കാര്യം അവതരിപ്പിക്കാനുള്ളത്. അതെ അതെ, ഇപ്പോൾ കൂടി തന്നെ വരികയാണ് ലഹരിയുടെ ഒരു ഉപയോഗം. അതിൽ നിന്ന് നമ്മളെല്ലാവരും കൂട്ടായിട്ടല്ലേ ഇതിനെ എതിർക്കണ്ടേ? അതെ അതെ, ഉറപ്പായിട്ടും. ചേച്ചി എന്താ തോന്നുന്നത്? കാരണം ഈ യുവാക്കളും ആളുകളൊക്കെ ഇത്തരം ലഹരിക്ക് ഭയങ്കര അഡിക്റ്റ് ആണ്. പഴയ ഒരു സാഹചര്യമല്ല, ഭയങ്കരമായിട്ട് അക്രമ സ്വഭാവത്തിൽ. യുവാക്കൾ മാത്രമല്ല, കുഞ്ഞു മക്കൾ മുതൽ അവരറിഞ്ഞു അറിയാതെ അവരുടെ ഉള്ളിലേക്ക് ലഹരി എത്തുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലും നമ്മളതിനെ എതിർക്കുക തന്നെ വേണം. ലഹരി ഇപ്പോൾ സ്കൂളുകൾ അങ്ങനെയുള്ള എല്ലാ മേഖലയിലേക്കും ലഹരി എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള റീല് കാണാം, 90s കിഡ്സ്, 2K കിഡ്സ്, അങ്ങനെ പലതും കാണാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പഠന രീതികളിൽ മാറ്റം കൊണ്ടുവരണം. 90s കിഡ്സ് പഠിച്ച ആ ഒരു സിലബസോ കാര്യങ്ങളോ അല്ല ഈ പുതിയ തലമുറ. എല്ലാം ഞൊടിയിടയിൽ അവരുടെ കയ്യിൽ എത്തുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ സിലബസിനകത്ത് മാറ്റം കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിൽ, കോളേജുകളിൽ കൂടുതൽ അവയർനെസ് കൊണ്ടുവരണം. പിന്നെ ഈ ലഹരിക്ക് പകരം മറ്റുള്ള കാര്യങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ അഡിക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കണം. ലഹരിക്കെതിരെ ഇനിയിപ്പം വരുന്ന തലമുറകളിൽ ലഹരിക്കെതിരെയായിട്ട് കൂടുതലും ബോധവൽക്കരണങ്ങൾ സ്കൂളുകളിൽ നന്നായി ടീച്ചേഴ്സാണെങ്കിലും അധികാരികളാണെങ്കിലും നല്ല നല്ല ക്യാമ്പുകളും നല്ല പ്രോഗ്രാമുകളും ഏറ്റെടുത്ത് ചെയ്യണമെന്ന്. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരിയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രങ്ങളാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഒറ്റക്കെട്ടായി പത്തനംതിട്ട പറയുകയാണ് ലഹരിക്കെതിരെ പോരാട്ടം നടത്തണമെന്നാണ്, ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കണമെന്നാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട.